സെക്രട്ടേറിയറ്റിൻ്റെ കുറച്ചപ്പുറത്താണല്ലോ മൃഗശാല. അപ്പം മൃഗശാലയിൽ നിന്ന് 2 സിംഹങ്ങൾ ചാടിപ്പോയി. അപ്പോൾ ഒരുത്തൻ നേരെ ചാല മാർക്കറ്റിൽ പോയി അവിടെ പോയി ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പം തന്നെ അവന് തൂക്കിയെടുത്ത് കൊട്ടയിൽ കയറി അകത്താക്കി. അവൻ തിരിച്ചുപോയി. മറ്റവൻ കാണുന്നില്ല. മറ്റവൻ എവിടെയോ ഉണ്ട്, നഗരത്തിൽ എവിടെയോ ഉണ്ട്, ഫുൾ തപ്പിക്കൊണ്ടിരിക്കുക, ആളെ കിട്ടുന്നില്ല. അവൻ എവിടെയായിരുന്നു എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിനകത്തായിരുന്നു. സെക്രട്ടേറിയറ്റിനകത്ത് ഫയലൊക്കെ കൂട്ടിയിട്ട് ഒരു മുറിക്കകത്ത് അവൻ നോക്കുമ്പോൾ നല്ല ഗുഹമാതിരിയുണ്ട്. അതിനകത്ത് സുഖമായിട്ട് ഇരിക്കുകയാണ്. അതിലെ എല്ലാ ദിവസവും അതിലെ പോകുന്ന ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി, ഒരു അണ്ടർ സെക്രട്ടറി, ഇവരിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു, ശാപ്പാടടിക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കെ ഒരു സ്പെഷ്യൽ സെക്രട്ടറി വരെ അടിച്ച് തിന്നു എന്നാണ് പറയുന്നത്. നോബഡി മിസ്ഡ് എനിബഡി. ആർക്കും ഒരു സിസ്റ്റം വളരെ സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സെക്രട്ടറിയും അണ്ടർ സെക്രട്ടറിയൊക്കെ കാണാതായെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ടൊന്നും സിസ്റ്റം തകരാൻ പോകുന്നില്ല. സിസ്റ്റം മുമ്പോട്ട് തന്നെ പോകുന്നു. സിംഹം അതിനകത്ത് സുഖമായി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ പിടിയിലായി. അപ്പോൾ ഇവനെ പിടിച്ച് തിരിച്ച് മൃഗശാലയെ കൊണ്ടുവന്നു. അപ്പോൾ മൃഗശാലയിലുണ്ടായിരുന്ന മറ്റേ സിംഹം ചോദിച്ചോടാ, നീ ഇത്രയും കാലം എവിടെ ആയിരുന്നു? അവന് ഞാൻ ഇവിടെ ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കും. പിന്നെ നീ എന്താ അവസാനം പിടിയിലായത്? എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഓരോ അണ്ടർ സെക്രട്ടറിയെ നിന്ന് പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം കോഫി ഹൗസിൽ ചായ കൊണ്ടുവരുന്ന ഒരു മറ്റേ തൊപ്പിയൊക്കെ വെച്ച ഒരു കക്ഷിയുണ്ടായിരുന്നു. അയാളെ ഞാൻ തിന്നു. അതോടെ സെക്രട്ടേറിയറ്റ് ആകെ പ്രശ്നമായി. ചായ കിട്ടുന്നില്ല, മീറ്റിങ്ങിൽ കാപ്പി കിട്ടുന്നില്ല, ബിസ്ക്കറ്റ് കിട്ടുന്നില്ല, വലിയ പ്രശ്നമായി. അവർ അവിടെയൊക്കെ തപ്പി അങ്ങനെ എന്നെ പൊക്കി. അങ്ങനെ ഞാൻ തിരിച്ചെത്തി. പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ സിസ്റ്റം ഇങ്ങനെയാണ്. ഒന്നുകിൽ അവരുടെ ചായ, ബിസ്ക്കറ്റ്, മീറ്റിംഗ് ഇതെന്തെങ്കിലും ബാധിക്കണം, അല്ലെങ്കിൽ അവരുടെ ഈ എന്താ പറയുക പേ, സാലറി, DA അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബാധിക്കണം. അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും. ദിസ് ഈസ് ദ സിസ്റ്റം. തോന്നരുത്. യഥാർത്ഥത്തിൽ ഒരു RTIയുടെ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ RTI അപേക്ഷ കൊടുത്ത് ഇതിലേക്ക് രംഗപ്രവേശം ചെയ്യുമ്പോൾ അതിൽ കളി തുടങ്ങുന്നത് RTI അപേക്ഷ കൊടുക്കുമ്പോഴൊന്നും അല്ല. ഇല്ല, ശരിക്കുള്ള ഗെയിം തുടങ്ങുന്നത് നിങ്ങൾ അപ്പീൽ പോകുമ്പോഴാണ്. നിങ്ങൾ അപ്പീൽ വരെ അവർ നടത്തിച്ചെങ്കിലേ കളി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം അപ്പീൽ പോകലെന്ന് പറയുമ്പോൾ അവിടെ തൊട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഈ സിസ്റ്റം എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ള വിവരം പുറത്ത് തരാതിരിക്കാൻ വേണ്ടി. ചിലപ്പോൾ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ അപ്പീൽ അധികാരി ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് തരാൻ ഉദ്ദേശമില്ല. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലുമുള്ള വിവരാവകാശ കമ്മീഷണർമാർ തന്നെ ബയസ്ഡാണ്. കാരണം അവരെ പലരെയും അവിടെ നിയോഗിക്കുന്നത് തന്നെ വിവരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി തന്നെ കച്ചകെട്ടിയിരിക്കുന്ന എത്രയോ കമ്മീഷണർമാരുണ്ട്. അവിടെയും ഒന്നും പെർഫെക്റ്റ് ഒന്നുമല്ല. കോടതികളും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രതിഫലനമാണ്, എൻഡ് ടു എൻഡ് പ്രതിഫലനമാണ്. ഏറ്റവും മുകളിൽ ഏതാണ്? ഭരണഘടനയാണ്. ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞ സംഭവമാണ് ഭരണഘടന. ഭരണഘടനയ്ക്ക് അനുസരിച്ച് മാത്രമേ പിന്നെ താഴോട്ടുള്ള നിയമം ഉണ്ടാക്കാൻ പറ്റൂ. ഭരണഘടനയ്ക്ക് അനുസരിച്ച് അതിൻ്റെ താഴെ പാർലമെന്റിന് നിയമം പാസ്സാക്കാം, അതിനും അനുസരിച്ച് അസംബ്ലികൾക്ക് നിയമം പാസ്സാക്കാം. അതിൻ്റെയും ചട്ടക്കൂടുകൾക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ താഴെയുള്ള റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെയും ആ ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ചെറുതായി വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഹൈറാർക്കി ഓഫ് ലോയിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കണം. നിയമം പഠിക്കുന്ന LLBക്കാരെ ഫണ്ടമെൻ്റലി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും താഴോട്ട് വരുമ്പോഴാണ് എക്സിക്യൂട്ടീവിൻ്റെ പവർ വരുന്നത്. എക്സിക്യൂട്ടീവിന് ഉത്തരവുകൾ ഇറക്കാം, സർക്കുലർ ഇറക്കാം, മറ്റേതിറക്കാം, ഇതൊക്കെ. ഇനിയാണ് രസകരമായിട്ടുള്ളൊരു കാര്യം. ഇതിൽ ഏറ്റവും താഴെ, ഏറ്റവും ദുർബലമായിട്ടുള്ള, ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന വെറും ഒരു കീടമാണ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓർഡർ, അല്ലെങ്കിൽ ഒരു GO എന്ന് പറയുന്നത്. ഇതുപയോഗിച്ചിട്ട് ഭരണഘടനയെ വെട്ടാൻ പറ്റൂ? കോമൺ സെൻസ് ആണ്, ജസ്റ്റ് കോമൺ സെൻസ്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1)A എന്ന് പറഞ്ഞൊരു സെക്ഷൻ, ഒരു ഇതുണ്ട്, അനുച്ഛേദമുണ്ട്. 19(1)A എന്താ പറയുന്നത്? നമുക്ക് സംസാര സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. അത് എങ്ങനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ആർട്ടിക്കിൾ 19(2) വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 19(2) എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് അക്കമായിട്ട് 8 ഐറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യസുരക്ഷ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു നിയമലംഘനം, ഇൻസൈറ്റ്മെന്റ് ടു ക്രൈം, ഡിഫമേഷൻ, ഇങ്ങനെ കൃത്യമായി അക്കമായിട്ട് പറയുന്നുണ്ട്. ഇന്ന സാധനങ്ങൾക്ക് മാത്രമാണ് ആർക്ക്, ഈ സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റും. നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ പാർലമെന്റ് നിയമം പാസ്സാക്കണം എന്നും പറയുന്നുണ്ട്. നിയമം പാസ്സാക്കിയതിന് ശേഷം അതിനനുസരിച്ച് വേണമെങ്കിൽ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞ് എഴുതി വെച്ചെടുത്താണ് പറയുന്നത്.
എന്നെ പിച്ചി മാന്തി എന്നെ പറ്റി തമാശ പറഞ്ഞു, എനിക്കെതിരെ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടു. ഞാൻ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 19(2) പറഞ്ഞിട്ടില്ല അങ്ങനെ. ഡോക്ടർ ജയതിലകിന് എതിരെ തമാശകൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പാടില്ല, ഇന്ന ഗണത്തിൽപ്പെട്ട IASകാർക്കെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞ് യാതൊരു സുരക്ഷയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ പ്രസിഡന്റിനോ ഗവർണർക്കോ പ്രൈം മിനിസ്റ്റർക്കോ ആർക്കും കൊടുക്കാത്ത ഒരു സംരക്ഷണം കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിയമം പഠിച്ച് എനിക്ക് സമ്മതിച്ചു തരാൻ സൗകര്യമില്ല. ഐ വിൽ നോട്ട് എഗ്രി വിത്ത് ദാറ്റ്. എങ്ങനെയാണ് അത് ഇവിടുത്തെ ജനങ്ങളും മനസ്സിലാക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നിങ്ങളുടെയും കൂടെ അവകാശമാണ്. ഇപ്പോൾ ഒരു സർക്കുലർ ഇറക്കിയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഒരു ഓഫീസ് ഓർഡർ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ അറിയണം, ഇത് ആർട്ടിക്കിൾ 19(2) ലംഘനമാണ് മാഷേ, നിങ്ങൾക്ക് ഇതിനുള്ള ഒരു അധികാരവും ഇല്ല എന്ന് തിരിച്ചു പറയാൻ അറിയണം.